അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ലംബർജാക്ക് മാൻ 2015 ഈ മൂവി റിലീസായിരിക്കുന്നത്. സിനിമയുടെ തുടക്കം ആളുകളെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ടൂളുകളും കൊണ്ട് പോവാനൊരുങ്ങുന്ന ജാക്ക് എന്ന സൈക്കോയെ കാണിക്കുന്നു. അതിനു മുമ്പായി ജാക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ആളുകളെ കൊല്ലുന്നതിന് മുമ്പ് ജാക്കിന് പാൻ കേക്ക് കഴിക്കണം. പാൻ കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആളുകളെ ജാക്കിനെ കൊല്ലുകയും വേണം. ഇത് ജാക്കിൻ്റെ ഒരു ശീലമായിരുന്നു. ആ ഒരു ദിവസം സേവനവാരത്തിനായി ഒരു കൂട്ടം കോളേജ് സ്റ്റുഡൻസുകൾ ബസ്സിൽ ആ കാട്ടിലുള്ള ഒരു എസ്റ്റേറ്റിലോട്ട് പോവുകയാണ്. എന്നാൽ കോളേജ് ബസ് ആ കാട്ടിലോട്ട് ലക്ഷ്യം വെച്ച് പോകുന്ന കാഴ്ച പീറ്റർ എന്ന ഒരു ഡോക്ടർ കാണാനിടയാവുകയും ഉടൻ തന്നെ അദ്ദേഹം ഒരു വീപ്പൺ ഷോപ്പിൽ കയറി ഒരു തോക്ക് വാങ്ങുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളെത്തിയ ഈ എസ്റ്റേറ്റിൻ്റെ അടുത്തായിട്ടാണ് ക്രൂരനായ ജാക്കിൻ്റെ വീടുമുള്ളത്. കുട്ടികളെ ഇറക്കിയതിനു ശേഷം ബസ് ഡ്രൈവർ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ടീച്ചർ വിദ്യാർത്ഥികളെ 2 വിഭാഗങ്ങളായി തിരിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി എസ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ അയക്കുന്നു. അതേ നേരം തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ തൻ്റെ 2 കൂട്ടുകാരികളെ ബസ്സിൽ കയറ്റി ആളൊഴിഞ്ഞ വിജനമായ പ്രദേശത്ത് ബസ് നിർത്തി പരസ്പരം ബന്ധപ്പെടുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ക്രൂരനായ ജാക്ക് അങ്ങോട്ട് വന്ന് ബസ്സിൽ കയറി അവരെ കാണുകയും യുവതികളെ തലവെട്ടി മാറ്റി കൊലപ്പെടുത്തുകയും കുറച്ച് സമയത്തിന് ശേഷം ഡ്രൈവറെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ എസ്റ്റേറ്റിൽ 2 വിദ്യാർത്ഥികളെ ആരോ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നത് ഇവർ കാണുകയും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയ അവർ അത് വേറെ ആരുമല്ല തങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണെന്ന കാര്യം അവർ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. അവൻ്റെ കയ്യിലെ ബുക്ക് നോക്കുമ്പോൾ അതിൽ സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അവനെ വഴക്ക് പറയുകയും അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. ഇവിടെ കിട്ടിയ തക്കത്തിന് ഫാം ബോയ് കുട്ടികളെ വെച്ച് മുഴുവനും അവിടെ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. കുട്ടികൾ പോയതിനു ശേഷം ഫാം ബോയ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുന്ദരിയായ യുവതിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജാക്ക് എത്തുന്നു. എന്നാൽ ജാക്കിനെ കണ്ടത് ആ ഫോട്ടോയിലുള്ള പെണ്ണിനെ പോലെയാണ് ഫാം ബോയ്ക്ക് തോന്നിയത്. അങ്ങനെ അവളാണെന്ന് കരുതി അവളുടെ ലഹരി ഓർമ്മയിൽ ചെല്ലുമ്പോൾ ജാക്ക് അവൻ്റെ തലയെ നിഷ്പ്രയാസം വെട്ടിയെടുത്ത് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ശേഷം ഫാമിൽ ജോലി കഴിഞ്ഞെത്തിയ ആ 2 സ്റ്റുഡൻസുകൾ പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ കണ്ണാടിയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് അവരുടെ ടീച്ചർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇത് കണ്ടവർ തിരിഞ്ഞോടുകയും ഇവർ ആരെയാണ് ഇത്രയ്ക്ക് മിടിച്ചു നോക്കിയതെന്നറിയാൻ വേണ്ടി അദ്ദേഹം കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ അകത്ത് ഒരു സ്റ്റുഡൻറ് ഡ്രസ്സ് മാറി തുടങ്ങുന്ന കാഴ്ചയായിരുന്നു. തുടർന്ന് അവൾ ഇത് കണ്ട് നിലവിളിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞോടി മറയുകയും ചെയ്യുന്നു. ഇതേ സമയം പീറ്റർ അടുത്തുള്ള ഒരു റേഞ്ചർ ഓഫീസിലെത്തുകയും വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത് അപകടം നിറഞ്ഞ ഒരു പ്രദേശത്താണെന്നും പറഞ്ഞ് ആ ഭാഗത്ത് നടന്നിരുന്ന കൊലകളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പോലീസിനോട് കാണിക്കാൻ തുടങ്ങി. ഈ കൊലപാതകങ്ങളെല്ലാം പാൻ കേക്കുമായി ബന്ധമുണ്ടെന്നും കൊലയാളിയായ ജാക്ക് 1892 ഉയർത്തെഴുന്നേറ്റവനാണെന്നും അവിടുത്തെ ഇൻചാർജായ പോലീസുകാരിയോട് പീറ്റർ പറഞ്ഞു. എന്നാൽ പോലീസുകാർ പീറ്റർ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല പീറ്ററിനെ അവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. പോകുന്നതിന് മുന്നേ പിന്നാലെ എത്തിയ കോൺസ്റ്റബിൾ വിദ്യാർത്ഥികൾ പോയ എസ്റ്റേറ്റിൻ്റെ വഴി പീറ്ററിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയം വായ്നോക്കിയായ സ്റ്റുഡൻറ് പുഴയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥിനികളെ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജാക്ക് അവിടെ വരികയും അവിടെ നിന്നിരുന്ന ഒരു മരം മുറിച്ച് അവൻ്റെ ദേഹത്ത് തള്ളിയിട്ട് മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ നടന്ന കൊലപാതകം അറിയാതെ മരം വീണ സൗണ്ട് കേട്ട് ആ വിദ്യാർത്ഥിനികൾ അവിടെ നിന്നും പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് അവർ ഫാമിൽ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന മറ്റേ 2 വിദ്യാർത്ഥികളെ കണ്ട് അതിലൊരുത്തൻ യുവതികളിൽ ഒരാളോടൊപ്പം പോയി ബന്ധപ്പെടുകയാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ജാക്ക് അവനെ കഷ്ടകാലത്തിന് കാണുകയും അവനെയും നിഷ്പ്രയാസം തലവെട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ ദയനീയമായ നിലവിളി കൂടെയുണ്ടായിരുന്ന അവൾ കേൾക്കുകയും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി അവൾ കണ്ടത് തലയെ വെട്ടിമാറ്റിയ നിലയിലിട്ടിരിക്കുന്ന തൻ്റെ കൂട്ടുകാരനെയാണ്. അവളുടെ മുന്നിൽ ചാടിയെത്തിയ ജാക്ക് തുടർന്ന് അവളുടെ കൈകാലുകളെ ഒടിച്ചു മടക്കി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ഒരു ചാക്കെടുത്ത് മൂടി മരത്തിലെറിഞ്ഞ് അവളെ ക്രൂരമായി കൊലപ്പെടുത്തി. എന്നാൽ ഇവിടെ ഇതൊന്നും അറിയാതെ മെസ്സിൽ ബാക്കി വിദ്യാർത്ഥികൾ ആഹാര സാധനങ്ങൾ എടുത്ത് എറിഞ്ഞു കളിക്കുകയാണ്. ഈ നേരം തന്നെ പീറ്റർ കൊടുത്ത ജാക്കിനെ കുറിച്ചുള്ള പേപ്പറുകൾ നോക്കിയ പോലീസുകാരിക്ക് ജാക്കിനെ കുറിച്ച് സംശയങ്ങൾ കൂടാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും പുറത്തുനിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്.
സ്റ്റേഷനിലാണെങ്കിൽ ഈ പോലീസുകാരി മാത്രമേയുള്ളൂ. പുറത്തു ചെന്ന് നോക്കിയ പോലീസുകാരി ആരെയും തന്നെ കണ്ടില്ല. ശേഷം തിരിച്ചു കയറാൻ തുടങ്ങുന്ന സമയത്ത് ജാക്ക് പിന്നാലെ എത്തി അവളെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. തെറിച്ചു വീണ പോലീസുകാരി ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ജാക്കിനെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നു. അതോടെ ജാക്ക് നിലത്ത് വീഴുകയും തുടർന്ന് അകത്തു ചെന്ന് മറ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കാൻ ശ്രമിക്കുന്ന സമയം വീണ്ടും ഉയർത്തെഴുന്നേറ്റ ജാക്ക് കോടാലിയെടുത്ത് പോലീസുകാരിയെ എറിഞ്ഞ് ആക്രമിക്കുന്നു. എന്നാൽ ഈ സമയത്ത് കോൺസ്റ്റബിൾ കുടിച്ചിട്ട് വെച്ചിരുന്ന ഗ്ലാസ്സിലെ ബാക്കി സിറപ്പമെടുത്ത് ജാക്കിന്റെ ദേഹത്ത് അവൾ എറിയുകയാണ്. സിറപ്പം വന്ന് ദേഹത്ത് വീണതോടെ ജാക്കിന്റെ ശരീരം പൊള്ളാൻ തുടങ്ങി. അങ്ങനെ ജാക്ക് അവിടെ നിന്നും പേടിച്ച് ഓടി മറയുകയാണ്. അങ്ങനെ പോലീസുകാരി കുറുക്കിൽ തറച്ചു കയറിയ കോടാലി ഊരിയെടുത്തു. ശേഷം ക്രൂരനായ ജാക്ക് പോയത് കോളേജ് വിദ്യാർത്ഥികൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പിലേക്കായിരുന്നു. അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയെ ഒരു ദയയും കാണിക്കാതെ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇത് കണ്ട 2 വിദ്യാർത്ഥിനികൾ ഭയന്ന് വിറച്ച് ഓടിയെങ്കിലും അതിൽ ഒരു യുവതി ജാക്കിന്റെ കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. വേറെ വഴിയില്ലാതെ മറ്റേ യുവതി ജീവന് വേണ്ടി ഓടി മറയുകയും താമസിക്കാതെ ജാക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് ഉപയോഗിച്ച് ആ യുവതിയുടെ തലയിൽ കുത്തിക്കയറ്റി മൃഗീയമായി കൊല്ലുന്നു. എന്നാൽ ജീവന് വേണ്ടി തിരക്കം പാഞ്ഞോടിയ ആ യുവതിയെയും ജാക്ക് അടിച്ചു വീഴ്ത്തി ക്രൂരമായി കൊല്ലുകയാണ്. ഈ സമയം ഇവിടെ ക്യാമ്പിൽ പീറ്റർ എത്തുകയാണ്. എന്നിട്ട് വിദ്യാർത്ഥികളോട് ഇവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ജാക്ക് എന്ന ആള് നിങ്ങളെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തുടർന്ന് പീറ്റർ ഒരു ബുക്ക് കാണിച്ച് അവരോട് കാര്യങ്ങൾ വിവരിക്കുന്നു. ആ ബുക്കിൽ ജിബ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 1892 വേട്ടക്കാരൻ ജിബ്സൺ കാട്ടിലിറങ്ങി വേട്ടയാടുന്ന സമയത്ത് അതിമനോഹരമായ പാൻകേക്കിന്റെ മണം അവനിക്ക് കിട്ടുകയും അതിനെ പിന്തുടർന്നു പോയപ്പോൾ അവനെത്തിയത് ജാക്കിന്റെ വീട്ടിലുമായിരുന്നു. ആ കാലത്ത് ജാക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. വിശന്നു വലഞ്ഞു വന്ന ജിബ്സന് ജാക്ക് ഒരുപാട് പാൻകേക്ക് കഴിക്കാൻ കൊടുത്തു. ജിബ്സൺ കഴിച്ചതിൽ ഏറ്റവും രുചികരമായ പാൻകേക്ക്. അങ്ങനെ ജിബ്സന് ഒരു മോഹം തോന്നുന്നു. ഈ പാൻകേക്കിന്റെ റെസിപ്പി ഇവന്റെ കയ്യിൽ നിന്നും കണ്ടുപിടിച്ചാൽ നാട്ടിൽ പോയി പാൻകേക്ക് ഉണ്ടാക്കി ഒരുപാട് വിറ്റ് പണക്കാരനാവാമെന്ന മോഹം. അതിനായി അവൻ ജാക്കിനോട് ഇതിന്റെ റെസിപ്പി ചോദിച്ചപ്പോൾ ഇത് പാരമ്പര്യമായി നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നതാണ്, ഇതങ്ങനെ ആരോടും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം കൊണ്ട ജിബ്സൺ അവിടെ വെച്ചിരുന്ന പാൻകേക്ക് ഉണ്ടാക്കുന്ന സിറപ്പിൽ ജാക്കിനെ മുക്കി കൊല്ലുകയാണ്. തുടർന്നുള്ള പരിശോധനയിൽ ആ വീട്ടിൽ നിന്നും പാൻകേക്ക് ഉണ്ടാക്കുന്ന വിധം ജിബ്സന് ഒരു കുറിപ്പ് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കോടീശ്വരനായി മാറി. തുടർന്നുള്ള കാലഘട്ടത്തിലും പാൻകേക്കിന്റെ റെസിപ്പി ജിബ്സന്റെ കുടുംബാംഗങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മരിച്ച ജാക്ക് ഉണർത്തെഴുന്നേൽക്കുകയാണ്. പക്ഷേ ഒരു ദുരൂഹത സാഹചര്യത്തിൽ ജിബ്സൺ മരണപ്പെടുന്നു. തുടർന്ന് ജാക്ക് പാൻകേക്ക് ഉണ്ടാക്കുകയും സിറപ്പിന് പകരം ആ കാട്ടിൽ വരുന്നവരെ കൊന്ന് അവരുടെ ബ്ലഡ് കുടിക്കുവാനും തുടങ്ങി. അങ്ങനെ ജാക്ക് നിരവധി പേരെ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും പീറ്റർ പറഞ്ഞ ഈ കഥ അവിടെയുള്ളവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ പീറ്ററിനെ അവർ പുറത്താക്കുകയാണ്. ശേഷം പീറ്റർ അവിടെ നിന്നും കാറിൽ തിരിച്ചു പോകുന്ന വഴിക്ക് പരിക്ക് പറ്റിയ ആ പോലീസ് ഓഫീസർ ജീവന് വേണ്ടി പീറ്ററിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടി വീഴുന്നു. കൂടാതെ സിറപ്പ് ഉപയോഗിച്ചാൽ ജാക്കിനെ വകവരുത്താമെന്ന് പീറ്റർ പോലീസുകാരിൽ നിന്നും മനസ്സിലാക്കുന്നു. അവൻ പോലീസിനെ കാറിൽ കയറ്റി അവിടെ നിന്നും പോകുമ്പോൾ ജാക്കിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള കാര്യം പീറ്റർ മനസ്സിലുറപ്പിക്കുന്നു. ഇതേ സമയം പിന്നാലെ ഒരു കോൺസ്റ്റബിൾ അവിടെ എത്തുകയാണ്. ആ സമയം സൈഡിൽ നല്ല രുചികരമായ പാൻകേക്ക് ഇരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. കണ്ടപാടെ രുചിയോടെ അതെടുത്ത് കഴിക്കുമ്പോൾ പിന്നിൽ നിന്നും ജാക്ക് അയാളെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികളും ടീച്ചറും മെസ്സിലിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കാണാതായ കുട്ടികളിലൊരാളുടെ മുഖം ടീച്ചറിന് ഭക്ഷണത്തിന്റെ ഇടയിൽ നിന്നും കിട്ടുന്നത്. ഇത് കണ്ട് എല്ലാവരും കിടന്ന് അലറി വിളിക്കുന്ന സമയത്ത് ജാക്ക് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് നിരവധി വിദ്യാർത്ഥികളെ ജാക്ക് കോടാലി കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തി. വീണ്ടും ക്രൂരമായ കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ തക്കത്തിന് 3 പേർ രക്ഷപ്പെട്ടു ഓടുന്ന സമയത്ത് പിന്നിൽ നിന്നും ഓടിയ ഒരാളെയും ജാക്ക് നിഷ്പ്രയാസം കൊലപ്പെടുത്തുന്നു. അവസാനം ഒരു വിദ്യാർത്ഥിനിയും ഒരു കുക്കും പുറത്തിറങ്ങി ഓടുന്ന സമയത്ത് മറ്റൊരു യുവതി അവിടെ ഇരിക്കുന്നത് കണ്ട് അവളെ ഇവർ തൊടുന്നതും അവൾ പല പല കഷ്ണങ്ങളായി ചിതറി വീഴുകയാണ്. കുറച്ചു നേരത്തിനു മുമ്പ് ജാക്ക് വെട്ടിനുറുക്കി വെച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അത്.
അങ്ങനെ അവർ ഭീതിയോടെ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്താണ് പീറ്റർ അങ്ങോട്ടേക്ക് എത്തുന്നത്. സിറപ്പ് ഉപയോഗിച്ച് ജാക്കിനെ കൊല്ലാമെന്ന് പീറ്റർ അവരെ അറിയിച്ചു. പക്ഷേ കിച്ചണിലുണ്ടായിരുന്ന സിറപ്പും കളവ് പോയെന്ന് ഇത് കേട്ട യുവതി പീറ്ററിനോട് പറയുന്നു. ഇനി തൻ്റെ കയ്യിലുള്ളത് ഈ ചെറിയ ഒരു പാക്കറ്റ് സിറപ്പ് മാത്രമാണ്. ഇതുപയോഗിച്ച് ജാക്കിനെ കൊല്ലുന്നത് സാധ്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ടീച്ചർ അവരോടൊപ്പം നിൽക്കാതെ വേറെ സ്ഥലത്തേക്ക് ഓടി മറയുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം ഓടുന്ന സമയം ജാക്ക് വെച്ച കെണിയിൽ അകപ്പെട്ടു പോവുകയും അദ്ദേഹത്തിൻ്റെ ശരീരം രണ്ടായി മാറുകയും ചെയ്യുന്നു. അതോടെ ജാക്കിൻ്റെ ഇരയിൽ ഈ ടീച്ചറും അകപ്പെട്ട് ബലിയാടാവുകയാണ്. ഈ ഒരു സമയത്ത് യുവതിയും ഷെഫും കാണാതായ സിറപ്പും അന്വേഷിച്ച് ജാക്കിൻ്റെ വീട്ടിലെത്തുന്നു. പെട്ടെന്ന് ജാക്ക് അവിടെ വരികയും ഷെഫിനെ ആക്രമിക്കാനും തുടങ്ങി. ആ നേരത്താണ് ജാക്കിൻ്റെ ആക്രമണത്തിൽപ്പെട്ടിരുന്ന കോൺസ്റ്റബിൾ അവിടേക്ക് വരുന്നത്. അതോടെ ജാക്കിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്കാവുകയും ജാക്ക് കോൺസ്റ്റബിളിനെ കൊല്ലുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ജാക്ക് അവിടെ ഉണ്ടായിരുന്ന യുവതിയെ ആക്രമിക്കുകയും അതോടെ അവളുടെ വിരലുകൾ അറ്റുപോവുകയും ചെയ്യുന്നു. ഈ സമയം പീറ്റർ അങ്ങോട്ടേക്ക് എത്തി ജാക്കിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. ശേഷം പീറ്ററും യുവതിയും ഷെഫും പുറത്തേക്കിറങ്ങി ഓടിയെങ്കിലും പിന്നാലെ എത്തിയ ജാക്ക് പീറ്ററിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. രക്ഷിക്കാനെത്തിയ യുവതിയെ ജാക്ക് തൻ്റെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ജാക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ബാരൽ സിറപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് സിറപ്പം ദേഹത്ത് പുരട്ടി അവൾ ജാക്കിനെ കൊല്ലുകയാണ്. കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ജിബ്സന്റെ തലമുറകളിൽപ്പെട്ട ആളാണെന്ന് അവൾ ജാക്കിനോട് വെളിപ്പെടുത്തിയിരുന്നു. ജാക്കിൻ്റെ മരണശേഷം ആ ഒരു വീട് പൊട്ടിത്തെറിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അതുവഴി കടന്നു വന്ന വാഹനത്തിന് കൈകാണിച്ച് പരിക്ക് പറ്റിയ പോലീസിനെയും കൊണ്ട് അവർ 3 പേരും തിരിച്ചു പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.